1870 ദശകത്തിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സിന്ധ് എന്ന ഗ്രാമത്തിൽ ഒരു ബാലകൻ ജന്മമെടുത്തു. തന്റെ ചെറുപ്രായത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ ശരീരം വെടിഞ്ഞിരുന്നു. വളരെയധികം സംഘർഷങ്ങൾ സഹിച്ച് ആ ബാലൻ സ്വന്തമായൊരു കച്ചവടം ആരംഭിച്ചു. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പേരുകേട്ട ഒരു രത്ന വ്യാപാരിയായി ഉദയം കൊണ്ടു. ബ്രിട്ടൻ, ഉദയ്പൂർ, നേപ്പാൾ തുടങ്ങി എല്ലാ രാജകുടുംബങ്ങളും അദ്ദേഹത്തിന്റെ ഉപഭോക്താക്കളായി മാറി. തന്റെ ഉയർന്ന വ്യക്തിത്വത്താൽ ധനികരും ദരിദ്രരുമടക്കം എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമായി. പിന്നീട് ദാദാ ലേഖ്രാജ് എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചു. ആയിരത്തി 1936 60-ാം വയസ്സിൽ അദ്ദേഹം തന്റെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടായി തുടങ്ങി. ലോകകാര്യങ്ങളോട് വൈരാഗ്യം വരാൻ തുടങ്ങിയതോടൊപ്പം പല ദിവ്യ സാക്ഷാത്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. ഒരു വശത്ത് ഈ ലോകത്തിന്റെ മഹാവിനാശം കണ്ടു. മറുവശത്ത് വരാനിരിക്കുന്ന സത്യയുഗി സ്വർണിമ സൃഷ്ടിയുടെ സാക്ഷാത്കാരവും കണ്ടു. ഒപ്പം പരമാത്മാവിന്റെ സാക്ഷാത്കാരവുമുണ്ടായി. പുതിയ സൃഷ്ടിയുടെ സ്ഥാപനയ്ക്കായി തന്റെ സർവസ്വവും സമർപ്പണം ചെയ്യാൻ പ്രേരണ ലഭിച്ചു. ഈ അലൗകിക സംഭവങ്ങൾക്ക് ശേഷം വ്യാപാരം അവസാനിപ്പിച്ച് തന്റെ ശിഷ്ടജീവിതം ഈ ദിവ്യ കർത്തവ്യത്തിനായി സമർപ്പണം ചെയ്തു. പരമാത്മാവിനാൽ ലഭിച്ച ഈശ്വരീയ പ്രേരണയിലൂടെ ഒരു ആത്മീയ സത്സംഗം ആരംഭിച്ചു. അവിടെ ഓം ധ്വനി കേൾക്കുന്ന മാത്രയിൽ പലർക്കും ഭാവിയിലെ പുതിയ ലോകത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകാൻ തുടങ്ങി. ദിനം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ആ സത്സംഗം ഓം മണ്ഡലി എന്ന പേരിൽ പ്രസിദ്ധമായി. ദാദാ ബ്രഹ്മ ബാബ എന്ന നാമത്താൽ പിന്നീട് അറിയപ്പെട്ടു. ബ്രഹ്മ ബാബ വനിതകളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി തന്റെ സർവസമ്പത്തും അതിൽ സമർപ്പണം ചെയ്തു. ധാരാളം പേർക്ക് ഈ സത്സംഗം ഇഷ്ടമായിരുന്നതോടൊപ്പം പലരും ഇതിനോട് വിരോധവും കാണിച്ചു. അവർ തങ്ങളുടെ ബന്ധുമിത്രാദികളെ ഓം മണ്ഡലിയിൽ പോകുന്നതിൽ നിന്നും വിലക്കി ഭവനത്തിനു മുന്നിൽ ധർണ നടത്തി. ആയുധങ്ങളാൽ ബ്രഹ്മബാബയെ വധിക്കാൻ ശ്രമിച്ചു. സത്സംഗ ഭവനത്തിന് തീ വയ്ക്കുക പോലും ചെയ്തു. എന്നാൽ ഈ സാമൂഹ്യ വിരുദ്ധ പരിശ്രമങ്ങൾക്കൊന്നും ഈ ആധ്യാത്മിക വിപ്ലവത്തെ തടയാനായില്ല. 14 വർഷങ്ങളോളം ബ്രഹ്മബാബ 350 പേരുടെ ഈ സംഘടനയ്ക്ക് ഈശ്വരീയ നിർദ്ദേശാനുസരണം ആധ്യാത്മിക ശിക്ഷണം നൽകിപ്പോന്നു. ആയിരത്തി 1950 ഓം മണ്ഡലി കറാച്ചിയിൽ നിന്ന് ഭാരതത്തിലെ മൗണ്ട് അബുവിലേക്ക് ചേക്കേറി. ഇവിടെ വെച്ച് പ്രസ്ഥാനത്തിന് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഈ ഈശ്വരീയ സന്ദേശത്തെ സമ്പൂർണ്ണ ഭാരതത്തിലും
മുഴുവൻ വിശ്വത്തിലും വ്യാപിപ്പിക്കാൻ ബ്രഹ്മബാബ എല്ലാവർക്കും പ്രചോദനം നൽകി. നിർഭയരായ മാതാക്കളും കന്യകമാരും തനിച്ചു തന്നെ പല പട്ടണങ്ങളിലും പോയി ഈ ഈശ്വരീയ ജ്ഞാനത്തെ പ്രചരിപ്പിച്ചു വന്നു. വേഗം തന്നെ ഈ സന്ദേശം മുഴുവൻ ഭാരതത്തിലും വ്യാപിച്ചു. അതിർത്തി കടന്ന് വിദേശങ്ങളിലും എത്തിച്ചേർന്നു. ജനുവരി 18 ബ്രഹ്മബാബ തന്റെ സമ്പൂർണ്ണ സ്ഥിതി പ്രാപ്തമാക്കി ഭൗതിക ദേഹത്തെ ത്യജിച്ചു. അദ്ദേഹത്തിലൂടെ പുറത്തുവന്ന ഈ ആധ്യാത്മിക മാർഗത്തിലൂടെ ഇന്ന് ലക്ഷക്കണക്കിനു പേർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വർത്തമാന സമയം ഈശ്വരീയ വിദ്യാലയത്തിന് 140-ൽ പരം രാജ്യങ്ങളിലായി 10,000-ൽ പരം സേവാ കേന്ദ്രങ്ങളുമുണ്ട്. ഈ വിദ്യാലയം ജാതിഭേദമോ മതഭേദമോ ദേശഭേദമോ കൂടാതെ അനേകരുടെ ജീവിതം പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വപരിവർത്തനത്തിലൂടെ യുഗപരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഈ ജീവിതപാതയിലേക്ക് ജാതിമത സ്ത്രീ പുരുഷ രാഷ്ട്രീയ വർണ്ണാന്തരങ്ങളില്ലാതെ സർവർക്കും സ്വാഗതം.